ഞാൻ ഇന്നിവിടെ നമുക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി കൊണ്ടുള്ളൊരു ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ ഉണക്കി വറുത്ത് പൊടിച്ച് വെച്ച റാഗിയാണ് ഇടുന്നത്. അതിലേക്ക് വേണ്ടി വെള്ളം ഒഴിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ആദ്യം ഒന്ന് കാച്ചി കുറുക്കിയെടുക്കണം. കട്ടയില്ലാതെ ഒന്ന് ഇങ്ങനെ കലക്കിയിട്ടത് വേണം. ഇതിങ്ങനെ നമ്മൾ അടുപ്പത്തോട്ട് വെക്കുകയാണ് കാച്ചാനായിട്ട്. ഇതൊന്ന് കാച്ചി കുറുകിയിട്ട് വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് ഇത് തയ്യാറാക്കുന്നത്. നമ്മുടെ റാഗി ഇതാ നല്ല തിളച്ച് നല്ല കുറുകി കിട്ടും. ഇതിന് ജാറിലോട്ട് ഇത് ഒഴിക്കണം. ഇത് ഒഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. ഒന്ന് അല്പം തണുക്കണേ, തണുത്തിട്ട് വേണം ഒഴിക്കാൻ. നമ്മുടെ റാഗി ഇതാ കറക്റ്റ് പരുവത്തിന് കുറുകി തണുത്തിരിപ്പുണ്ട്. അപ്പം ഇതിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് അടിക്കുകയാണ്. അപ്പം ഏതൊക്കെയാണെന്ന് കാണണ്ടേ അടിക്കുന്ന ജാറിലോട്ടിട്ട് അടിക്കുന്ന സാധനങ്ങൾ. എന്താ പഴം റോബസ്റ്റേഡയാണ്. റോബസ്റ്റേഡ ഒരു പഴം, പിന്നെ ഇച്ചിരി ഉണക്ക മുന്തിരിങ്ങയാണ് ഉണങ്ങിയത്. അതെല്ലാം വെള്ളം കൊതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ തൊലി കളഞ്ഞ ബദാം, പിന്നെ കാഷ്നട്ട്. ഇത്രയാണ് ഇതിനോടിട്ട് അടിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ റാഗി ഇവിടെ ഒഴിക്കുവാണ്. അപ്പോൾ റാഗി കട്ടിയായാലും കുഴപ്പമില്ലാതെ അങ്ങ് അടിക്കുമ്പോൾ ശരിയായിക്കോളും. നമ്മുടെ മിക്സിയിൽ ഇതാ അരഞ്ഞ് ആയിട്ടുണ്ട്. ഇതിലൊന്ന് ശകലം ഈ ചിയാ സീഡാണ് ഇത്. അപ്പം ഇതും നല്ലതാണല്ലോ നമ്മുടെ ആരോഗ്യത്തിന്. അപ്പം ഇതുകൂടെ ഒഴിക്കുകയാണ് ചിയാ സീഡ്. അതും പിന്നെ ഇച്ചിരി പാല്, മിൽക്ക് ഇവിടെ ഒരടി അടിച്ചിട്ട് നമുക്കിങ്ങനെ ഇടാം. ഇതാ നമ്മുടെ റാഗി ഷേക്ക് റെഡിയായി. ഇത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാം. ഇത് രാവിലെ ഞങ്ങളുടെ പ്രഭാത ഭക്ഷണമായിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇതുകൊണ്ട് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ. അപ്പം ഇതെല്ലാവരും കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കുന്നത് നല്ലതാണ്. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. നമസ്കാരം, നന്ദി.